ഏതാണ്ട് 2000 തുടങ്ങിയതിന് 2019 തുടങ്ങിയ റോഡിന്റെ വർക്കാണ് 2000 അവസാനിച്ച 2000 തുടങ്ങിയ അപകടങ്ങളാണ് ഈ ഒരു മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് മുതലേക്ക് നിരന്തരമായിട്ട് പല സമ്മർദ്ദം പല ആളുകളോടും പറഞ്ഞിട്ടും ഇതുവരെ അതിനൊരു തീരുമാനമായി കിട്ടിയിട്ടില്ല. അതിന്റെ ഇടയിൽ മറ്റേ ഒരു വട്ടം ഹമ്പിട്ടപ്പോൾ എന്താ വെച്ചാൽ ഇതിനെക്കാട്ടും കൂടുതൽ ആക്സിഡന്റുകളായി. പിന്നെ ഒരു സ്പീഡ് ബ്രേക്കർ വെച്ചു, അതും ഇതിനെക്കാട്ടും ഇപ്പോ ഇന്നലെ എന്തൊക്കെ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 2 സ്പീഡ് ബ്രേക്കർ കൊടുത്തു വെച്ചിട്ടുണ്ട്. അത് റിഫ്ലക്ടറിൽ ഒന്നുമില്ല, അത് രാത്രി വെച്ചിട്ട് അതും വലിയൊരു അപകട ഭീഷണിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും ഇതിന് ഇതിന് ശാശ്വതമായിട്ട് ഒരു തീരുമാനം ഇതുവരെ കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് അധികാരികൾക്ക് കഴിഞ്ഞിട്ട്. കോൺഗ്രസിന്റെ ഒരു ആവശ്യം എന്താണ്? അനിശ്ചിതകാല നിരാഹാരമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യം? അത് ഇത് ഒരു സ്കൂൾ കുട്ടികളുടെ ഒരു സ്കൂൾ മേഖലയാണ്. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെയും ഇവിടെ ഒരു യൂസ് സ്കൂളും രണ്ടും 200 മീറ്റർ ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. ഇവിടെ കുട്ടികൾ നിരന്തരം വന്നു പോകുന്ന ഇതാണ്. അപ്പൊ നമുക്ക് ഇതിലൊരു ഫുട്പാത്ത് വേണം. ഫുട്പാത്ത് നിലവിലെ ഫുട്പാത്ത് കൈവരിയോട് കൂടിയിട്ടുള്ള ഒരു ഫുട്പാത്തും അതുപോലെ കുട്ടികൾക്ക് അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് കിടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലൈ ഓവർ ഉള്ള ഒരു ബ്രിഡ്ജും ഇതാണ് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ആവശ്യപ്പെടുന്നത്. പിന്നെ ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഈ ഒരു അപകട മേഖലയിൽ നിന്ന് മാറുന്നത് ഈ ഒരു 30 ദിവസം കൊണ്ട് ഇവിടെ നടന്നെങ്കിൽ 10 പേര് മരിച്ചിട്ടുണ്ട്. 5 പേര് കാഞ്ഞിക്കുളത്ത് ഇവിടെ വെച്ചിട്ട് മരിച്ചു, ചുങ്കത്ത് വെച്ചിട്ടും. ഇവിടെ ഇപ്പൊ 4 കുട്ടികൾ പിന്നെ ഒരു സ്ത്രീ മരിച്ചു. ഈ 30 ദിവസത്തിനുള്ള 10 പേര് മരിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ നിരന്തരമായിട്ട് ഇപ്പൊ 51ാമത്തെ ആളുകളാണ് ഈ ഒരു റോഡ് അപകടമായിട്ട് കരിമ്പ പഞ്ചായത്തിൽ മരിച്ചിരിക്കുന്നത്. 51 ആളുകൾ മരിച്ചിട്ട് ഈ 4 കുട്ടികൾ ഉൾപ്പെടെ.